കസ്റ്റമർ ഒരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങാതിരിക്കാനുള്ള 5 റീസൺസ്. റീസൺ നമ്പർ 1, നോ നീഡ്. ഒരു നീഡ് ഇല്ലാതെ കസ്റ്റമർ ഒരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങില്ല. നമ്മളൊരു സെയിൽസ് കോൺവെർസേഷനിൽ കസ്റ്റമർക്ക് നീഡില്ല, ഒരു ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കസ്റ്റമറോട് സംസാരിച്ച് നിൽക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. കസ്റ്റമർക്ക് നീഡില്ലാതെ, ഒരു ആവശ്യമില്ലാതെ കസ്റ്റമർ പർച്ചേസ് ചെയ്യില്ല. റീസൺ നമ്പർ 2, നോ അർജൻസി. ഈ പ്രോഡക്റ്റ് ഞാൻ എന്തിന് ഇപ്പോൾ വാങ്ങണം, പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങാം എന്നാണ് കസ്റ്റമർ പറയുന്നതെങ്കിൽ കസ്റ്റമർക്ക് അവിടെ ഒരു അർജൻസി ഇല്ല. ഈ സിറ്റുവേഷനിലും കസ്റ്റമർ പർച്ചേസ് ചെയ്യില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. എന്തിന് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ വാങ്ങണമെന്ന കസ്റ്റമറുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമ്മൾ അവിടെ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫേഴ്സോ മറ്റോ കൊടുത്ത് അവിടെ ഒരു അർജൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റീസൺ നമ്പർ 3, നോ ഡിസയർ. നമ്മളൊക്കെ പലപ്പോഴും പല സാധനങ്ങളും വാങ്ങിക്കൂട്ടുന്നത് നമുക്ക് ആവശ്യമുണ്ടായിട്ട് മാത്രമല്ല, നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ്. നമ്മൾക്ക് ആ പ്രോഡക്റ്റിൽ ഒരു സ്ട്രോങ് ഡിസയർ ഉള്ളത് കൊണ്ടാണ്. കസ്റ്റമർക്ക് ഒരു സ്ട്രോങ് ഡിസയർ ഇല്ലെങ്കിൽ കസ്റ്റമറുടെ പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഡിസയർ കൂട്ടുന്ന തരത്തിൽ ഒരു ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഡീലായിരിക്കണം കസ്റ്റമറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. റീസൺ നമ്പർ 4, നോ മണി. പണമില്ലെങ്കിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യില്ല. പലപ്പോഴും കസ്റ്റമർ പണമില്ല എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ കയ്യിൽ പണമില്ലാതിരുന്നിട്ടല്ല, അവർ മുടക്കുന്ന പണത്തിനുള്ള വാല്യൂ നമ്മുടെ പ്രോഡക്റ്റിൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. റീസൺ നമ്പർ 5, നോ ട്രസ്റ്റ്. കസ്റ്റമർക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യില്ല. ഇത് നിങ്ങളിൽ വിശ്വാസമില്ലായ്മ കൊണ്ട് മാത്രമല്ല, അവർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ലെങ്കിലും അവർ പർച്ചേസ് ചെയ്യില്ല. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയായ റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യില്ല.